മച്ചമ്പി ഏതെങ്കിലും ഒരു ഷോറൂമിൽ എനിക്കൊരു സ്ഥിര വരുമാനം ആക്കി തന്നെ. അല്ലാതെ ഇങ്ങനെ വല്ലപ്പോഴും ഈ മാവിൻ്റെ മൂട്ടിൽ അവിടെ പോയി പണി ചെയ്തിട്ട് കാര്യമില്ല. കാര്യം ഇനി പിള്ളേർ വളർന്നു വരുന്ന ആവശ്യങ്ങളും. ആ ഓട്ടോ പാർക്ക് അരുണിന്റെ അടുത്ത് കൊണ്ട് ആക്കിയല്ലായിരുന്നു. എന്നിട്ട് നീ നിനക്ക് വൈകുന്നേരം ഓടിയല്ലേ? നീ പറയുന്ന പോലെ അറിയാമല്ലോ അന്നത്തെ കാര്യങ്ങളൊക്കെ. ഇനി അത് പറ്റത്തില്ല. മറ്റമ്മ എനിക്ക് എവിടെയെങ്കിലും ജോലി റെഡിയാക്കി. അഥവാ ജോലി റെഡി ആയാലേ ഞാൻ തിരിച്ച് കുടനാളേക്ക് പോകും. അവിടെ പോയി പഴയ വർക്ക്ഷോപ്പ് ചീമ്പനുമായിട്ട് ആലോചിച്ചിട്ട് ഒന്നുകൂടെ റെഡിയാക്കി എടുക്കും. ചീമ്പന്റെ കൂടെ ഒന്നല്ല അല്ലെന്ന്, ചീമ്പന്റെ കൂടെ ആണെന്നിട്ടാണ് നീ ഇതായി പോണത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരാൾ മാത്രം നന്നായിട്ട് കാര്യമില്ല, നീയും കൂടെ നല്ല വിട്ടുവീഴ്ചകൾ ചെയ്യണം. തീർച്ചയായിട്ടും. പിന്നെ നിനക്ക് ജോലിയുടെ കാര്യമൊക്കെ നമുക്ക് റെഡിയാക്കാന്നുള്ള കാര്യങ്ങൾ. ആ സ്റ്റേഷൻ്റെ അടുത്തൊരു ഷോറൂം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഒരു ഇനാഗുറേഷൻ കഴിഞ്ഞുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ നല്ല വർക്കേഴ്സിനൊക്കെ ആവശ്യം വരും. അതാകുമ്പോൾ മച്ചമ്പി നോക്ക്. മച്ചമ്പിയുടെ ഒരു നോട്ടം ഉണ്ടെങ്കിൽ ഞാൻ നന്നാവും. മാമനാണ് ഇപ്പൊ അമ്മച്ചി. ഇവിടെ ഉണ്ട്. ಅಲ್ಲಿ ತುಂಬಾ ಜಗಳ ಮಾಡ್ತಾರೆ ಮನೆಯಲ್ಲಿ ಹುಡುಗಿಗಳೆಲ್ಲ ಬಂದ್ಬಿಟ್ಟು ಜಗಳ ಮಾಡ್ತಾರೆ. ಅವಳು ದುಡ್ಡು ತಗೊಂಡು ಹೋಗುತ್ತೆ, ಜಾಸ್ತಿ ದುಡ್ಡು ತಗೊಂಡು ಹೋಯ್ತು. ನಾನು ಏನ್ പൈസ നിങ്ങളുടെ പൈസ ഞാനൊരു കാര്യം പറയാം. നീയും അവളും മാറേണ്ട ഒരു കാര്യമില്ല. എന്റെ അമ്മ ആദ്യം മാറ്റാൻ പറഞ്ഞു. അമ്മ ഞാൻ എങ്ങനെ മാറ്റാം? ആരോട് പറയാനാ? ഇവിടെ എന്താ എന്റെ ദൈവമേ, അവിടെ കുതിരെടുപ്പിനുള്ള ആൾക്കാര് നമ്മുടെ വീട്ടിൽ കൊടുക്കാമല്ലേ? ആരും പറയാ എന്താ ചെയ്തെന്നറിയാമോ? ഇവിടെ അത്തച്ചൊട്ടി എല്ലാം കൂടെ പിരിച്ച് നാട്ടുകാരെല്ലാം കൂടെ പിരിച്ചിട്ട് ഇവിടെ ഇന്ന് കൊടുക്കും, നാളെ കൊടുക്കും, മറ്റന്നാൾ കൊടുക്കും എന്നും പറഞ്ഞിട്ട് ജനങ്ങളടുത്തെല്ലാം പറഞ്ഞിട്ട് ഇവളീ പൈസ ഞാൻ അറിയാതെ ഏതോരത്തേക്ക് പലിശ കയറ്റി കൊടുക്കുമെന്നും പറഞ്ഞിട്ട് ഇവള് കൊണ്ടാ കൊടുത്തടാ. കൊടുത്തിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ഇപ്പൊ കൊടുത്തവളെ ഫോൺ വിളിക്കുമ്പോ അവള് പോയി, അവള് സ്ഥലം വിട്ട്. എന്നിട്ട് എന്താ ചെയ്തറിയാമോ? ഈ നാട്ടുകാരെല്ലാം എല്ലാവരുടെ അടുത്ത് പറഞ്ഞേക്കുന്നറിയാമോ ഞാൻ കൊടുക്കുമെന്ന്. ഈ പുല്ലുകളെ പെണ്ണുങ്ങളെല്ലാം കൂടെ വന്ന് ആ വീട്ടിൽ വന്ന് കാവലിരിക്കുവാടാ. എനിക്കിപ്പോ വീട്ടിനകത്ത് കയറും. എന്ത് ചെയ്യാവളെ? വിളിക്കാവളെ. എന്തിനാ? എന്താ നീ എന്തോടി കാണിച്ചവിടെ? എന്താടി കാണിച്ച നീ? എന്തോടി നീ കാണിച്ചേ? നാട്ടുകാരെ മൊത്തം എന്റെ അടുത്തോട്ട് ഇളക്കി വിട്ടിട്ട് നീ എന്തോടി കാണിച്ചേ? ഈ ചുട്ടി പൈസ പിരിച്ചാലോ നീ അവിടെ കൊണ്ട് കൊടുത്തടി? സുഷമ്മയുടെ കയ്യില്. സുഷമ നമ്മുടെ അവിടുത്തെ സുഷമ പലിശക്ക് 8 രൂപ പലിശക്ക്. സുഷമ്മക്ക് ഇപ്പൊ വിളിച്ചാ കേട്ടിരിക്ക. ഒരു ഞാൻ വല്ലൊക്കെ വിളിച്ചാ പറയാ നാക്കു ചൊറിഞ്ഞു ചൊറി വരുന്നത് കാണിക്കട്ടെ. എടാ നമ്മളിനി എങ്ങനെ കൊടുക്കടാ? ഒരു തരം പൊന്നും അവിടെ പണം വെക്കാനില്ല. എങ്ങനെ കൊടുക്കും നീ പറയടാ? ചാവാനെ പറ്റത്തോളടാ നാട്ടാറ് മുമ്പിൽ. എവിടുന്നാന്ന് വെച്ചപ്പോ പൈസ ഒപ്പിച്ച് കടുക്കാളർ കൊടുക്കണി കൊണ്ട്. അയ്യോ ഇടിക്കുന്നു അച്ഛാ. അങ്ങനല്ലായിരുന്നു. സുഷമ്മ എന്റെ അടുത്ത് പറഞ്ഞ ആ പൈസ ഇങ്ങനെ തന്നാൽ 8 രൂപ പലിശ തരാം, അപ്പൊ കൂടുതൽ സമ്പാദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അവള് മുങ്ങുമെന്ന് ഞാൻ അറിഞ്ഞില്ലയോ? നീ മാറിയെന്ന് വിചാരിച്ച ഞാനും ഈ വീട്ടുകാരെല്ലാം മണ്ടനാടി. നീ അവിടുന്ന് മുങ്ങാൻ വേണ്ടി ഓരോ കള്ളത്തരം പറഞ്ഞ് കള്ളാപ്പിനെ അടിച്ചല്ലേ ഇവിടെ വന്നത്? നീ മാറിയെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം നീ പൊട്ടലാക്കി അല്ലയോ? എനിക്കൊന്നും ഓർമ്മയില്ല. മര്യാദക്ക് അവിടെ പോയി പൈസ കൊടുക്കളറെ എങ്ങനെ സെറ്റിൽ ചെയ്തോണം. ഞാൻ വരത്തില്ല. എന്നെ കവളമടനെ തല്ലാനാ. ഞാൻ വരത്തില്ല. ഇല്ല ഞാൻ വരത്തില്ല. എന്നെ വിടല്ലേ ചേട്ടത്തി, എന്നെ വിടല്ലേ. എനിക്ക് വയ്യ. അയ്യോ തലറങ്ങുന്നേ.